ഹായ് വ്യൂവേഴ്സ്, അജിത് തേരാവ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് നമുക്ക് കുറച്ച് റാഗി പൊടി കൊണ്ട് ലഡു എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. റാഗി ലഡു അല്ലെങ്കിൽ റാഗി ഉണ്ട എന്നൊക്കെ പറയാം, എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്കറിയാമല്ലോ, റാഗി എല്ലാം പിള്ളേർക്കെല്ലാം കൊടുക്കാൻ നല്ല ഇതാണ്, ബോൺ സ്ട്രെങ്ത്തിനും ബോണിനും ബോഡിക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു ബൗള് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൂരക് പൊടി എന്ന് പറയും. പിന്നെ കുറച്ച് ശർക്കര, കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് നെയ്യ് വേണം. അപ്പോൾ നമുക്കിത് ആദ്യം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി മെൽറ്റ് ചെയ്തെടുക്കാം. അത് മെൽറ്റ് ആവുമ്പോഴത്തേക്കും തന്നെ നമുക്ക് സൈഡിൽ മറ്റേ റാഗിപ്പൊടി നെയ്യ് ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. റാഗിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും ഫുഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങളായിരിക്കുന്നവർക്ക് കുറുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രായമായവർക്ക്, ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റും. അപ്പം ഇത് നമുക്കാണെങ്കിൽ ഡയറ്റ് എടുക്കുന്നവർക്കും ഇത് ഫുഡിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. വെയ്റ്റ് മാനേജ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് പിന്നെ കിഡ്നി ഡിസീസസ് ഒക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇത് ബോഡിയെ തണുപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ റാഗി പൊടി കൊണ്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് ബോഡി ഒരുപാട് ചൂടുള്ളവർക്കൊക്കെ ഈ ഫുഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിനെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്നതനുസരിച്ച് ശർക്കര പാനിയും കൂടെ നമുക്ക് ആക്കിയെടുക്കണം. ഫ്രൈ ചെയ്ത് നല്ല നൈസായിട്ട് നമുക്ക് അത് എടുത്ത് നോക്കുമ്പോൾ അത് നൈസായിട്ട് വരും. ആ പരുവത്തിന് നമുക്ക് അതിനെ വാങ്ങിയെടുത്തിട്ട് ശർക്കര പാനി അതിലൊഴിച്ച് നമുക്ക് ചെറിയ ചൂടോടെ തന്നെ ഒഴിച്ച് ബോളാക്കി എടുക്കാം. വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് നെയ്യും കൂടെ ഒക്കെ കയ്യിൽ തൂത്തിട്ട് ആ ചെറിയ ചൂടോടെ തന്നെ അത് നമുക്ക് ബോളാക്കി എടുത്ത് വെക്കണം. ബോളാക്കി എടുത്ത് വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിനകത്ത് വെച്ച് നമുക്ക് 2-3 ദിവസം യൂസ് ചെയ്യാൻ പറ്റും. ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയൊന്നുമില്ല, അന്നേരം തീരും, കുറച്ചെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം നമുക്ക് അപ്പോഴും തന്നെ ഉപയോഗിച്ച് തീർക്കാൻ പറ്റുന്ന എമൗണ്ട് മാത്രമേ ഇപ്പോൾ ഉണ്ടാകുന്നുള്ളൂ. അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് തേങ്ങയും കൂടി ഇട്ട് വറുത്തെടുക്കണം. ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി ഒന്ന് എടുത്ത് അതിൻ്റെ പരുവം നോക്കണം. കൂട്ടത്തിൽ ശർക്കര പാനിയും തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വാങ്ങി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ശർക്കര പാനി അത് അരിച്ചൊഴിച്ചിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് അതിനെ മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് കൈയിടല്, ചൂടായിരിക്കും, നല്ല ചൂടായിരിക്കും. അപ്പം അല്ലെങ്കിൽ ശർക്കര പാനി നേരത്തെ ചൂടാക്കി തിളപ്പിച്ചിട്ട് തണുപ്പിച്ച് വെക്കണം. ഇത് ഞാൻ രണ്ടും ഒരുമിച്ച് ചെയ്തുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. ചൂടോടെ ഒഴിക്കുന്നതാണ് നല്ലത്, എന്നാലേ പൊടി നല്ലോണം ഒന്ന് മിക്സ് ആവത്തുള്ളൂ. അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നല്ലോണം മിക്സായി. ഒരുപാട് കോരി ഒഴിക്കൽ, പിന്നെ ഇത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ടി പരുവാവും. കുറച്ച് എടുത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ പരുവൊക്കെ മതി. അത് തന്നെ ഇപ്പം നല്ല ബോളായി കിട്ടും. എന്നിട്ട് നമുക്ക് കയ്യിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ തൂത്ത് അത് ചെറിയ ബോളാക്കി എടുക്കാം. ചൂട് കൈയിട്ടപ്പോൾ ചൂടെടുക്കുന്നു, പിന്നെ മാറ്റി, പിന്നെ ഇളക്കി. അപ്പോൾ അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റാഗി പൗഡർ വീട്ടിലുണ്ടെങ്കിൽ, ശർക്കരയും സിമ്പിളാണ്, പിള്ളേർക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും, ന്യൂട്രീഷ്യസുമാണ്, ഉണ്ടാക്കാനും എളുപ്പമുണ്ടല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് അങ്കിത്തിനും അബിക്കും കൊടുത്തിട്ട് നമുക്ക് അവരുടെ റിവ്യൂ എന്തുവാന്ന് കാണാം. ബാങ്കിന്റെ അഭി സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ ലഡു ഉണ്ടാക്കി വെച്ചപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വന്നു. എന്നിട്ട് ലഡു എങ്ങനെയുണ്ട്? ഇതെന്റെ അങ്കിത്തിന് ഗോൾഡ് കോയിൻ കിട്ടിയിരുന്നു സ്കൂളിൽ നിന്ന്. കാട്ടെ, കയ്യിൽ വെച്ച് കാണിച്ചേ. ഗോൾഡ് കോയിൻ കിട്ടിയിരുന്നു. ഗോൾഡ് കോയിൻ ഇപ്പം അങ്കിത്ത് ഓപ്പൺ ചെയ്ത് കാണിക്കും.
ചോക്ലേറ്റ്. ഇപ്പൊ വരാമേ. ഇതാണ് ചോക്ലേറ്റ്. ഇതാണ് ഒരു ചോക്ലേറ്റ്. അല്ലേ എനിക്ക് പിന്നെ എൻ്റെ ഹാസ്യ കവിതയ്ക്ക് സമോസയും കിട്ടി. ഓ, ഹാസ്യ കവിതയുടെ സമ്മാനോ? ഹാസ്യ കവിതയുടെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. രാവിലെ പേരൻസിനെ ഇൻവൈറ്റ് ചെയ്ത് അവൾ പാർട്ടിസിപ്പേറ്റ് ആ പിള്ളേരുടെ പേരൻസിനെ വിളിച്ചായിരുന്നു. പിന്നെ അതിൻ്റെ 4 ഹൗസിൻ്റെ ബീച്ചിലായിരുന്നു. പിന്നെ അന്നത്തെ നമ്മുടെ ഹൗസ് ചേച്ചി. അപ്പോൾ അതിന് കാരണം ആ മാം അല്ലേ അതിന് പാട്ടിന് ഇരുന്ന് സമോസ നിന്ന് പിള്ളേർക്ക് അങ്ങനത്തെ ചോക്ലേറ്റ് കിട്ടുന്നതിനാ നമ്മുടെ മാമിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ചോക്ലേറ്റ് കിട്ടി. ഗോൾഡ് കോയിൻ കിട്ടിയെന്ന് പറഞ്ഞ ഒന്ന് പറ്റിച്ചു.